ഇന്ന് ജൂലൈ 5. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന മലയാളികളുടെ സ്വന്തം സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനം. നാടൻ ഭാഷാപ്രയോഗങ്ങളുമായി നർമ്മത്തിൽ പൊതിഞ്ഞ എഴുത്തുരീതിയാണ് ബഷീറിൻ്റെ രചനകളെ വ്യത്യസ്തമാക്കുന്നത്. ഭാഷാപ്രയോഗങ്ങൾ മാത്രമല്ല, അർത്ഥമില്ലാത്ത വാക്കുകളെ പോലും ഫലപ്രദമായി സമന്വയിപ്പിച്ച് ആസ്വാദനത്തിൻ്റെ പുതിയ ലോകം തന്നെ വായനക്കാർക്ക് ബഷീർ സമ്മാനിച്ചു. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ, മതിലുകൾ, ജന്മദിനം, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭൂമിയുടെ അവകാശികൾ, ആനപ്പൂട തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. താൻ ജീവിക്കുന്നതോ ജീവിച്ചിരുന്നതോ ആയ ചുറ്റുപാടുകളിൽ നിന്നാണ് അദ്ദേഹം കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയത്. മനുഷ്യർ മാത്രമല്ല, ആട്, പട്ടി, പൂച്ച, കാക്ക തുടങ്ങിയവ ബഷീർ കഥാപാത്രങ്ങളായി വന്നു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും 1981 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും ബഷീറിന് ലഭിച്ചു. 1982 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ഭാഷയുള്ളിടത്തോളം കാലം, മലയാളമുള്ളിടത്തോളം കാലം ഓരോ മലയാളിയുടെയും മനസ്സിൽ അദ്ദേഹം ജീവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ പ്രണാമ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു.